ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവഷ്ടമേടിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന വിശുദ്ധ മത്തായി സുവിശേഷം 6:33 സംഭാഷണ വിഷയമായി എടുത്തുകൊണ്ടാണ് നമ്മൾ യാത്ര തുടരുന്നത്. ദൈവരാജ്യം വന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ലെന്നും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്നും റോമർ 14 അധ്യായം 17 തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടി. ഭക്ഷണമോ പാനീയമോ അല്ല എന്ന് പറയുന്നതിന് നാം അർത്ഥമായി കൽപ്പിക്കേണ്ടത് അതൊരു ഭൗതികമായ ചുറ്റുപാടിലുണ്ടാകുന്ന രാജ്യത്തെ കുറിച്ചല്ല നാം ഇവിടെ സൂചിപ്പിക്കുന്നതെന്നാണ്. ദൈവരാജ്യം യഥാർത്ഥത്തിൽ ഭാവാത്മകമായൊരു കാര്യമാണ്, വസ്തുനിഷ്ഠമായൊരു കാര്യമല്ല. ഒരു രാജ്യത്ത് ഭരണം നേടുക എന്നല്ല അതിന്റെ ലക്ഷ്യമെന്നും ദൈവരാജ്യം എന്നതിന് ഭൗമിക രാജ്യങ്ങളെക്കാൾ ഉപരിയായ ഒരു സ്ഥാനമുണ്ടെന്നും നാം തിരിച്ചറിയണം. ഈശോ യോഹന്നാൻ സുവിശേഷത്തിൽ നീ രാജാവാണോ എന്ന പിലാത്തോസിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ എന്റെ രാജ്യം ഐഹികമല്ലെന്ന് പറയുന്നു. ഐഹികമായ ഒരു രാജ്യം സ്ഥാപിക്കുക എന്നത് ക്രിസ്തുവിന്റെ ലക്ഷ്യമല്ല, ദൈവത്തിന്റെ ലക്ഷ്യമല്ല, നമ്മുടെയും ലക്ഷ്യമല്ല. ഭൗമികതയുടെ താൽക്കാലികതയെ മറികടക്കുന്ന അനശ്വരമായൊരു തലം ജീവിതത്തിനുണ്ട്. മനുഷ്യജീവിതം കേവലമായി ഭൗതിക വസ്തുക്കളിൽ കെട്ടപ്പെട്ട ഒന്നല്ല. ഈ ഭൗതികതയെ പരിപൂർത്തീകരിക്കുന്ന ഒരു ആത്മഭാവം നമുക്കുണ്ടാകണം. ആ ആത്മഭാവമാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യാനുഭവം. നാം സാധാരണ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ ക്രിസ്തു സ്നേഹത്തിൽ നിറഞ്ഞു ചെയ്യുമ്പോൾ അതിന്റെ താൽക്കാലികതകളെ മറികടക്കുന്ന ഒരു അനശ്വര ഭാവം അത് കൈക്കൊള്ളും. വിശപ്പ് നമ്മെ സംബന്ധിച്ച് വ്യക്തിപരമായ അനുഭവമാണ്. നമ്മുടെ വ്യക്തിപരമായ ആ ആവശ്യം, ആ അനുഭവം മറ്റൊരാളുടെ വിശപ്പിനെ തൊട്ടറിയുന്നതായി മാറുമ്പോൾ നാം തന്നെയും അവർക്ക് ഭക്ഷണമായി മാറേണ്ടതുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക്, പരമമായ ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അങ്ങനെ അവനവനെ മറികടന്ന് അപരനിൽ ജീവിക്കാൻ, സ്നേഹത്തെ പ്രതി അവരന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ, ഭൗമികമായ സ്നേഹത്തിൽ താല്പര്യത്തിൽ കുടുങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകാവുന്ന നിരാശയും വേദനയും എങ്ങനെയാണ് മറികടക്കേണ്ടതെന്ന് ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് പഠിക്കാൻ, അങ്ങനെ ക്രിസ്തുവാകുന്ന പരമസ്നേഹത്തെ ജീവിതത്തിൽ തിരിച്ചറിയാനും അനുഭവിക്കാനും അതുവഴി ലോകത്ത് മറ്റുള്ളവർക്ക് സ്നേഹമായി സ്വയം പരിഭാഷപ്പെടുത്തി കൊടുക്കാനും ജീവിതത്തെ യാഗ സമർപ്പിക്കാനും കഴിയേണ്ടത് എങ്ങനെയുണ്ടെന്നാണ് ദൈവരാജ്യം പഠിപ്പിക്കുന്നത്. ആ ദൈവരാജ്യം കേവലം ഭക്ഷണപാനീയങ്ങളല്ല, താൽക്കാലികമായ ആവശ്യങ്ങളല്ല, ഭൗതിക യാഥാർത്ഥ്യങ്ങളല്ല. അതിനുമപ്പുറത്ത് യാഥാർത്ഥ്യത്തിന് വളരെ വിശാലമായ ഒരു ലോകമുണ്ടെന്ന് വചനം പഠിപ്പിക്കുക. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും ചേർന്നാണ് ദൈവരാജ്യം. നീതിയെക്കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. എന്താണ് നീതി? സാമാന്യമായി നാം കരുതുന്നത് അർഹമായത് അർഹമായവന് കൊടുക്കുന്നതാണ് നീതി എന്നാണ്. തുല്യതയെ സംബന്ധിച്ചും നീതിയെ സംബന്ധിച്ചും ലോകവീക്ഷണങ്ങൾ പലതുണ്ട്. എല്ലാവർക്കും എല്ലാം അർഹമാണ്, എല്ലാവരും തുല്യരാണ് എന്നൊരു മനോഭാവം സാമാന്യഗതിയിൽ പുലർത്താൻ എളുപ്പവുമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുമ്പോൾ മഹാനായ അംബേദ്കർ പറയുന്നുണ്ട്, എല്ലാവർക്കും ഒരു വോട്ട്, ഓരോ വോട്ടിനും തുല്യ മൂല്യം എന്നിടത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരേ മൂല്യം എന്നിടത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഈ എല്ലാവർക്കും ഒരേ മൂല്യം എന്നിടത്തേക്ക് നമ്മൾ എത്തുന്നത് നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്ന ബോധ്യത്തിൽ എത്തിച്ചേരുമ്പോഴാണ്. നമ്മളെല്ലാവരും ദൈവമാണെന്ന ബോധ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ ആദ്യം നമ്മൾ ദൈവമക്കളാണെന്ന ബോധ്യത്തിൽ നമ്മൾ എത്തിച്ചേരണം. ഞാൻ പിതാവിന്റെ മകനാണ്, മകളാണ് എന്ന ബോധ്യം എനിക്കുണ്ടാകുമ്പോഴാണ് അവരനും സമാനമായി പിതാവിൽ നിന്നാണ്, ക്രിസ്തുവിൽ ഒരു ശരീരമാണ് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. അങ്ങനെ എല്ലാവരും തുല്യരാണ് എന്നൊരു ബോധ്യം ഹൃദയതലത്തിൽ ഉണ്ടാകുമ്പോൾ നീതി ഉണ്ടാകും. ആ നീതി അവരനായി തിരിച്ചറിയാനും അംഗീകരിക്കാനും കഴിയുന്നതാണ്. എനിക്ക് എത്ര ഇടമുണ്ട് ദൈവത്തിൽ, അത്രത്തോളം ഇടമുള്ളയാളാണ് അവരൻ എന്ന ബോധ്യം ഉണ്ടാകലാണ്. അത് രാജ്യാതിർത്തികൾ കൊണ്ടോ നിയമങ്ങൾ കൊണ്ടോ ഉണ്ടാക്കിയെടുക്കുന്ന കേവലമായ ഭൗതികമായ യാഥാർത്ഥ്യമല്ല. അതിനേക്കാൾ ഉപരിയായി അവരത്തെ ദൈവമായി തിരിച്ചറിയാൻ, ക്രിസ്തുവായി തിരിച്ചറിയാൻ, ക്രിസ്തുവിൽ ഒന്നൊന്ന് ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന കാര്യം. നീതിമാന്മാരായ പലരെയും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം. ജോബ് അപ്രകാരം
നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് വചനം പറയും. ജോബിന്റെ നീതി എങ്ങനെയാണ്? ജോബിന്റെ നീതി സഹനം വഴിയുള്ള നീതിയാണ്. അതിനു മുമ്പ് നോഹയെ പ്രകാരം നീതിമാനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നോഹ ദൈവത്തെ അനുസരിക്കുന്നതിനെ പ്രതിയുള്ള നീതിയിലാണ്. അപ്പൊ അനുസരണം മൂലം നീതീകരിക്കപ്പെടുന്ന ഒരാൾ, അബ്രഹാമിൽ വിശ്വാസം മൂലം നീതീകരിക്കപ്പെടുന്ന ഒരാൾ, ജോബിൽ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നീതീകരിക്കപ്പെടുന്ന ഒരാൾ. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് നന്മതിന്മകളെ സ്വീകരിക്കേണ്ടതുണ്ട്. ലൗകികമായ ഭാഗ്യങ്ങളെയും നിർഭാഗ്യങ്ങളെയും ഒരേപോലെ കരുതേണ്ടതുണ്ട് എന്ന് ജോബ് പഠിപ്പിക്കും. സുവിശേഷത്തിൽ എത്തുമ്പോൾ ക്രിസ്ത്യ യൗസേപ്പ് നീതിമാനായ ഒരാളായിട്ട് കാണാം. യൗസേപ്പിന്റെ നീതി അപരത്തെ അംഗീകരിക്കലാണ്, അപരത്തെ ഉടവില്ലാതെ സൂക്ഷിക്കുക, അവരന്റെ അഭിമാനത്തെ പ്രധാനമായിട്ട് കാണുക എന്നതാണ് യൗസേപ്പിന്റെ നീതി. എന്നാൽ ഈ നീതിയൊക്കെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമാണ്. വിശ്വാസവും അനുസരണവും ദൈവകരങ്ങളിൽ നിന്ന് സഹനങ്ങളെ സ്വീകരിക്കലും നീതിയുടെ പല ഭാവങ്ങളായിട്ട് നമുക്ക് കാണാം. അവരന്റെ മാന്യതയെ പ്രധാനമായി കാണുന്നത്, അവനവനേക്കാൾ ഉപരിയായി കാണുന്നത് യൗസേപ്പിലും നീതിയായിട്ട് നമുക്ക് കാണാം. ഈ നീതി ഭാവങ്ങൾക്കൊക്കെ ഉപരിയായി താൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്നും ദൈവത്തിൻ്റെതാണെന്നും താൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും തിരിച്ചറിയുകയും തന്നെ തന്നെ ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുന്നതിലൂടെ നീതിയെ പൂർത്തീകരിക്കുകയുമാണ് ക്രിസ്തു. അവരത്തോട് പരമമായ ക്ഷമ, തന്നെ കുരിശിൽ തറച്ചവരോടും ക്ഷമ, അവർക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അവരുടെ ജീവിതത്തെ സ്വാതന്ത്ര്യമുള്ളതാക്കി മാറ്റാൻ സ്വയം സമർപ്പിക്കൽ എന്നിങ്ങനെ വിവിധങ്ങളായ ഭാവങ്ങളിൽ നീതിയുടെ പരമകാഷ്ഠയിലെത്തി നിൽക്കുന്നുണ്ട് യേശുക്രിസ്തു. യേശു ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ നീതി സ്നേഹമാണ്, കരുണയാണ്. അന്ന് വരെ നിലനിന്നിരുന്ന അർത്ഥങ്ങൾക്കൊക്കെ ഉപരിയായ ഒരു അർത്ഥമായിട്ട് ദൈവനീതിയെ നമുക്കിവിടെ കാണാം. സദാക്ക എന്ന് ഹീബ്രുവിലും ദിക്കയുസ്യൂനെ എന്ന് ഗ്രീക്കിലും പറയുന്ന ദൈവനീതി. ആ ദൈവനീതി കരുണയാണ്, അനന്തമായ സ്നേഹമാണ്. എല്ലാ നീതികളെയും അതിലംഘിക്കുന്ന ഈ സ്നേഹഭാവത്തെ നാം തിരിച്ചറിയണം. റോമൻ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഈ നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നിലനിന്ന എല്ലാ നീതി വ്യവസ്ഥകളെയും നീതിധാരണകളെയും അതിലംഘിക്കുന്ന ഒന്നാണ്. ഈ നീതിയിലാണ് ദൈവരാജ്യം നിലനിൽക്കുന്നത്. ഒരാൾ ദൈവരാജ്യത്തിലായെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവിക ഭരണത്തിന് കീഴിലാണെന്ന് പറയുമ്പോൾ, മാനുഷികമായ എല്ലാ ഭാവങ്ങളെയും അത് മറികടക്കണം. മാനുഷിക ഭാവങ്ങളിലാണ് ഈ പറഞ്ഞ വിശ്വാസം, അനുസരണം, സഹനങ്ങളെ ദൈവകരങ്ങളിൽ സ്വീകരിക്കുന്ന എളിമ, അവരിനെ നീതീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇങ്ങനെ പല ഭാവങ്ങളിൽ ഈ നീതി വിന്യസിക്കപ്പെടുന്നുണ്ട്. അതെല്ലാം പൂർണ്ണമാകുന്നത് യേശുക്രിസ്തുവിലാണ്. ചതഞ്ഞ ഞാങ്ങണ ഞാൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരി കെടുത്തുകയില്ല എന്ന് പറയുന്ന ബലഹീനനോടൊപ്പം നിൽക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ മറികടക്കുന്നതൊന്നായി നീതി ഇന്നേ വരെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല. അനന്തകരുണയായ ദൈവത്തിന്റെ സ്നേഹം നമ്മിലൂടെ വെളിപ്പെടുകയാണ് യഥാർത്ഥ നീതി. റോമർ ലേഖനത്തിൽ 3:21 സ്ത്രീകൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിയമത്തിലൂടെയും പ്രവാചകന്മാരിലൂടെയും വെളിപ്പെടുത്തപ്പെട്ട നീതി ഇപ്പോൾ നിയമത്തിലൂടെ അല്ലാതെ വെളിപ്പെട്ടിരിക്കുന്നു. വിശ്വാസം വഴി ഈ നീതി നമുക്ക് സംലബ്ധമാകുന്നുണ്ട്. തന്നെത്തന്നെ പാപപരിഹാരമായി സമർപ്പിക്കുന്നതിലൂടെ മനുഷ്യവംശത്തിന്റെ വിശ്വാസക്കുറവിന് പരിഹാരമായി, ദൈവത്തോടുള്ള അനുസരണക്കേടിന് പകരമായി, ദൈവകരങ്ങളിൽ നിന്ന് ജീവിതം സ്വീകരിക്കാൻ കഴിയാതെ പോകുന്ന മനുഷ്യന്റെ പാപങ്ങൾക്ക് പകരമായി, അവരത്തെ മാനിക്കാൻ കഴിയാതെ പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും അവരത്തെ ചേർത്ത് പിടിക്കുന്ന കാരുണ്യത്തിന്റെ പ്രവൃത്തിയായി, പാപക്ഷമയുടെ അനന്തസ്നേഹമായി, സ്വയം സമർപ്പണത്തിന്റെ ആത്മഭാവമായി ക്രിസ്തുവിൽ ഈ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ട ആ നീതി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗവൽക്കരിക്കണം, എങ്ങനെയാണ് അത് സാധ്യമാകുക എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകും. അഥവാ ഉൽപ്പത്തി 1:26 പറയുന്ന ദൈവഛായ, ദൈവം ഛായയിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിക്കുന്നു. ആ ഛായ, ദൈവസ്നേഹത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുള്ള പ്രകാശിതമാകണം. 1 യോഹന്നാൻ 4:8 പറയുന്ന ദൈവം സ്നേഹമാണ് എന്ന പരമ യാഥാർത്ഥ്യം, ആ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവസ്നേഹം അനുഭവിക്കുകയും ചെയ്ത മക്കളെന്ന നിലയിൽ നമുക്ക് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റണം. എല്ലാവരും ദൈവമക്കളാണ്, പക്ഷേ ദൈവമക്കളുടെ അനുഭവത്തിലല്ല. നമ്മൾ ദൈവമക്കളുടെ അനുഭവത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ ദൈവമക്കളാകാൻ കഴിയുന്നത്.
ഈ ദൈവമക്കളാകുക എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്ക് അനുഭവ തലത്തിൽ വരുന്നത് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. നമ്മളെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. ഇവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞും ഈ പൗരത്വത്തിലാണ്. പക്ഷേ ആ കുഞ്ഞിന് 18 വയസ്സാകുന്നത് ഒരു വോട്ടവകാശമില്ല. ഇന്ത്യൻ പൗരന്റെ അവകാശമായ രാജകീയമായ വോട്ടവകാശം അവന് ലഭിക്കുന്നത് 18 വയസ്സാകുമ്പോഴാണ്. ആ 18 വയസ്സ് വരെ കുഞ്ഞ് ഇന്ത്യൻ പൗരനല്ലേ എന്ന് വെച്ചാൽ ആണ്. പക്ഷെ ആ പൗരത്വത്തിന്റെ സമ്പൂർണത അനുഭവിക്കുന്നത് 18 വയസ്സാകുമ്പോഴാണ്, പ്രായപൂർത്തി വോട്ടവകാശത്തിൽ. അതേപോലെ എല്ലാവരും ദൈവമക്കളാണ്, എല്ലാവരും പരിശുദ്ധാത്മാവിൽ ഒഴിവാക്കപ്പെട്ടവരാണ്, എല്ലാവരിലും ദൈവത്തിന്റെ വചനമായ ക്രിസ്തു ഉണ്ട്. പക്ഷെ ആ ക്രിസ്തു അനുഭവത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്, ക്രിസ്തുവിൽ സഹോദര്യമുള്ളവരാണ്, യേശുവാണ് നമ്മുടെ ആദ്യജാതൻ എന്ന ബോധ്യത്തിലേക്ക് വരിക. ആ ബോധ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നാം ഈ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് നാം തിരിച്ചറിയുന്നില്ല. ഒരു ഗ്രാമത്തിൽ വളരെ ദരിദ്രനായ ഒരു മനുഷ്യനുണ്ടായി. എല്ലാവരോടും ഭിക്ഷ യാചിച്ചും മറ്റുള്ള ഔദാര്യം തേടിയൊക്കെ ജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യൻ. കാലങ്ങളായി പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിട്ട് കഴിയുകയാണ്. ആരുടെയെങ്കിലും ഔദാര്യമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. ഒടുവിൽ തന്റെ ഇങ്ങനെ ഹീനമായ ജീവിതം, നീചമായ ജീവിതം അയാൾക്ക് മടുത്തു. അയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് വീടിനകത്ത് കയറി അവസാനം എല്ലാം ഒന്ന് പരിശോധിക്കണം, മരിക്കാൻ പോവാണ്. അങ്ങനെ എഴുതി വെക്കാൻ വേണ്ടി ഒരു പേപ്പർ അന്വേഷിച്ച് അയാൾ ആ വീട് മുഴുവൻ തിരഞ്ഞു. ഒന്നുമില്ലാത്ത ഒരാളാണ്. അവസാനം ഒരു തകരപ്പെട്ടി അദ്ദേഹത്തിന്റെ കൺമുമ്പിൽപ്പെട്ടു. പൂർവികരാൽ കൈമാറ്റം ചെയ്യപ്പെട്ടൊരു പെട്ടിയാണ്. ആ പെട്ടിയെ കെട്ടിപ്പിടിച്ചാണ് തലമുറകളൊക്കെ ജീവിച്ചിരുന്നത്. അവരൊക്കെ ദാരിദ്ര്യത്തിൽ തന്നെയായിരുന്നു. ഇയാൾ ആ പെട്ടി തല്ലി തുറന്നു. മരിക്കാൻ പോവുകയാണെങ്കിൽ അത് വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ തല്ലി തുറന്നപ്പോഴാണ് അതിൽ ഒരു ആധാരം കിട്ടി, വസ്തു സംബന്ധമായ രേഖ. ആ ഗ്രാമത്തിലെ മിക്കവാറും പ്രദേശങ്ങൾ അയാളുടെ സ്വന്തമാണ്. ആ പ്രമാണം വഴി അത്രയും കാലം അയാളെ തിരിച്ചറിഞ്ഞില്ല, അത് അയാളുടേതായിരുന്നു. ഇതേപോലെയാണ് നമ്മൾ ദൈവത്തിൽ എത്തിച്ചേരുന്നത് വരെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഭവിക്കുന്നത് വരെ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ പോകും. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നാം ഈ ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു. സമസ്തത്തിന്റെയും ഉടയവനായ ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്ന ബോധ്യം നമ്മെ ഉയർത്തുന്നു. അങ്ങനെ ഉയരുമ്പോൾ അവരെ സഹോദര്യത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നു. എല്ലാവരും ദൈവമക്കളെന്ന വീക്ഷണത്തിലേക്ക് നമ്മൾ ഉയരും. ആ ദൈവമക്കളുടെ അനുഭവത്തിലേക്ക് വരുന്ന കാര്യമാണ് യോഹന്നാൻ ശ്ലീഹ പറയുക. അങ്ങനെ വരുന്ന ഒരാൾ യഥാർത്ഥത്തിൽ അടിമയല്ല. പക്ഷേ നാം ദൈവസന്നിധിയിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്? നാം അടിമയുടെ ഭാവത്തിലാണ്. റോമർ 6:22 പറയുന്നുണ്ട്, നിങ്ങൾ പാപത്തിന് മരിച്ച് നീതിക്ക് അടിമകളായിരിക്കുക. നേരത്തെ പാപത്തിന് അടിമകളായിരുന്നു. ഏതെങ്കിലും ഒരു അടിമത്തം പെറാതെ ജീവിക്കാൻ കഴിയില്ല. ഒന്നുകിൽ ലോകത്തിന്റെ, അല്ലെങ്കിൽ നാഗത്തിന്റെ. ലോകത്തിന്റെ അടിമകളായി ജീവിച്ച ആളെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നു, ഇപ്പോൾ നിങ്ങൾ നീതിക്ക് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. നമ്മൾ നീതിക്ക് അടിമകളാകുന്നു എന്ന് പറയുമ്പോൾ മാനുഷികമായ അടിമത്തത്തിന്റെ ഫലങ്ങളെയല്ല നമ്മൾ കാണേണ്ടത്, സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ പക്കലേക്ക് നമ്മൾ എടുത്തു വെക്കപ്പെടുക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യവും സ്നേഹവും നമുക്ക് അനുഭവിക്കാൻ കഴിയുക. നമ്മൾ നമ്മുടെ തന്നെ സ്വന്തമാണ് എന്ന് കരുതുന്നിടത്തൊക്കെ നാം ഒരു പരിമിതി അനുഭവിക്കുന്നുണ്ട്. വ്യക്തിപരമായ ഉത്തരവാദിത്വങ്ങൾ ഭാരപ്പെടുത്താൻ തോന്നും. ദൈവത്തിന് നമ്മൾ വിധേയരാകുമ്പോൾ നമ്മെക്കുറിച്ചുള്ള കരുതലിന്റെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളുടെയും ഉത്തരവാദിത്വം ദൈവത്തിന്റെ കരങ്ങളിലാവും. അത് അനുഭവിക്കാൻ കഴിയും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ആത്മീയമായി നമ്മെ നയിക്കാൻ ഒരാൾക്ക് നമ്മളെ ഭരമേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗഖ്യാനുഭവം. 97-98 കാലത്തൊക്കെ വിശ്വാസത്തിലേക്ക് തിരികെ വരുന്നു, മാനസാന്തരപ്പെടുന്നു, മാനസാന്തരത്തിന്റെ ജീവിതം നയിക്കുന്നു. അങ്ങനെ നയിച്ച് വ്യക്തിപരമായ ഒരു ആത്മീയതയിലേക്ക്, തിരിച്ചറിവുകളിലേക്കൊക്കെ കടന്നു വരുന്നു. അങ്ങനെ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള ആധ്യാത്മിക സാധനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ വഴിയിലൊക്കെ കടന്നു പോകുമ്പോൾ വ്യക്തിപരമായി തീരുമാനമെടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് പലപ്പോഴും ശങ്കകൾ ഉണ്ടാക്കി. ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇതാണോ വഴി? എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? എങ്ങനെയാണ് പോകേണ്ടത്? വിശുദ്ധ ഗ്രന്ഥവും സഭാപഠനവും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത് ഭാരപ്പെട്ടാണ് കഴിയുന്നത്. ഓരോ പ്രവൃത്തിയെക്കുറിച്ചും അവനവനെക്കുറിച്ച് നിരന്തരം പരിശോധിക്കണം. വീഴ്ചകളുള്ള തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. വീണതിന് ശേഷമാണ് തിരിച്ചറിയുന്നത്. അങ്ങനെയൊക്കെ കടന്നു പോകുന്ന ഒരു കാലത്ത്
എനിക്കൊരു ആത്മീയ ഗുരു ഉണ്ടായി. അന്ന് ഒരു ആത്മീയ ഗുരുവിനെ തേടി പോകുന്നത് യഥാർത്ഥത്തിൽ എന്നെ ആരെങ്കിലും നയിക്കണമെന്ന ആഗ്രഹത്തിലല്ല. പ്രധാനമായും സുവിശേഷ പ്രഘോഷണം നടത്തണമെങ്കിൽ ഒരു പുരോഹിതന്റെ വഴി നടത്തലുണ്ടാവണം. അങ്ങനെ ഒരു സ്പിരിച്വൽ ഫാദർ വേണമെന്ന നിലയ്ക്കാണ് അന്വേഷിക്കുന്നത്. ഒടുവിൽ ഒരു പുരോഹിതനെ കണ്ടെത്തി. എനിക്ക് പരിചയമുള്ള ധ്യാന ഗുരുക്കന്മാരെയും പലയിടത്ത് ഞാൻ പോയി. അവരോടൊക്കെ ഈ വിഷയം സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞു, അവർ സംസാരിക്കേണ്ട കാര്യമില്ല, ഇതല്ല ഇടം. അങ്ങനെ പറഞ്ഞു അവസാനം ഒരു പുരോഹിതനെ കണ്ടുമുട്ടി. അദ്ദേഹം ഒരു സന്യാസ വൈദികനാണ്, എന്നാൽ ധ്യാന ഗുരുവൊന്നുമല്ല. അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തി അദ്ദേഹവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തെ എന്റെ ജീവിതം ഭരമേൽപ്പിച്ചതിന് ശേഷം, വിശ്വാസത്തിന്റെ നയിക്കപ്പെടലിനായി ഞാൻ വിധേയപ്പെടാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അനുഭവിച്ച ഒരു ആത്മീയ സ്വാതന്ത്ര്യം, എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. ഏത് വിഷയമുണ്ടെങ്കിലും ചോദിക്കുകയും ദൈവത്തെ പ്രതി അദ്ദേഹം പറയുന്നത് സ്വീകരിക്കുകയും ചെയ്യുക എന്നൊരു നിലപാട് ഞാൻ സ്വീകരിച്ചപ്പോൾ വാസ്തവത്തിൽ ഞാൻ സ്വതന്ത്രനായി, ഭാരമില്ലാത്തയാളായി. ആന്തരികമായ കോൺഫ്ലിക്റ്റുകൾ, അകമേ ഉണ്ടാകുന്ന എല്ലാ തർക്കങ്ങളും വിതർക്കങ്ങളും അവസാനിച്ചു. ഒരു വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഈ വിഷയം പറയുകയും അദ്ദേഹം പറയുന്നത് കണ്ണടച്ച് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നില വന്നപ്പോ എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് ഒരു സംഭാഷണത്തിൽ നമ്മൾ പറഞ്ഞത്, ആത്മീയമായി നയിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കണം. കാരണം ഈ വരുന്ന ആത്മാവ് ഒരു വിധേയത്വത്തോടെ വരുന്നു. ദൈവത്തെ പ്രതിയാണ് ആ വിധേയത്വം. ആ ദൈവത്തെ പ്രതിയുള്ള വിധേയത്വം സൂക്ഷിച്ചാണ് ഈ നയിക്കുന്നയാൾ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ നയിക്കപ്പെടുത്തിട്ട് പോയ ഉത്തരവാദിത്വം മുഴുവനും നയിക്കുന്ന ആൾക്കായിട്ട് മാറും. അതുകൊണ്ടാണ് പറയുന്ന ഓരോ വാക്കും, സുവിശേഷ പ്രഘോഷണത്തിലാണെങ്കിലും വ്യക്തിപരമായ സംഭാഷണങ്ങളിലാണെങ്കിലും അവരിനോട് പറയുന്ന ഓരോ വാക്കും സൂക്ഷിക്കണം. കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ അത് ഇടർച്ചയ്ക്ക് കാരണമാകരുത്, അയാൾ വിശ്വാസ വഴിയിൽ നിന്ന് വീണു പോകാൻ ഇടയാകരുത്. നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. വളരെ ഗൗരവമായി കാണേണ്ട കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ അടിമ മനോഭാവം എന്നത് മോശമായിട്ട് കാണരുത്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയ വഴിയെ പുരോഗമിപ്പിക്കാൻ ഉതകുന്ന ഒന്നാണ്. അത് ഒരു മനുഷ്യനെ കീഴ്പ്പെടലല്ല, കേവലമായ അധികാരത്തിന് വിധേയപ്പെടലല്ല, സ്വയം തരംതാഴ്ത്തലല്ല, ദൈവത്തിന്റെ നിയമത്തിന്, നീതിയുടെ നിയമത്തിന് സ്വയം സമർപ്പിക്കാൻ വേണ്ടിയുള്ളൊരു നിലപാടാണ്. ആ നിലപാടോടെ നമ്മൾ സമർപ്പിക്കുമ്പോൾ അവിടെ നിന്ന് ഹൃദയത്തോട് നമ്മെ ചേർത്ത് വെക്കും. ഞാൻ അടിമയാണ്, നിന്റെ വാക്ക് നിറവേറട്ടെ എന്ന് മറിയം പറഞ്ഞതുപോലെ പറയുമ്പോൾ, മറിയം അങ്ങനെയാണ് പറയുന്നത്, ദുലയ്യ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. മറിയം അങ്ങനെ പറയുമ്പോൾ ദൈവം ചേർത്ത് പിടിക്കുകയാണ്, ദൈവമാതൃത്വത്തിലേക്ക് അമ്മ ഉയർത്തുക. ഒരു സാധാരണ സ്ത്രീയായിരുന്ന മറിയം ദൈവമാതൃത്വത്തിലേക്ക് വരുന്നത് ദുലയ്യ എന്ന വാക്കിലൂടെയാണ്. ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ അടിമ, നിന്റെ വാക്കിൽ നിന്ന് നിറവേറട്ടെ, നിന്റെ ഹിതം പോലെ ആകട്ടെ എന്ന് ജീവിതത്തെ കൈവിടാൻ തീരുമാനിച്ചപ്പോ മറിയം മനുഷ്യകുലത്തിന് മുഴുവൻ അമ്മയായിരുന്നു, മാത്രമല്ല ദൈവത്തിന്റെ അമ്മയായിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ പാരമ്പര്യത്തിലേക്ക് എത്താനായി, ക്രിസ്തുവിനെ മാത്രം ഹൃദയത്തിൽ പൂജിക്കുന്നവരായി ജീവിക്കാൻ കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഔന്നിത്യമാണത്. അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അപ്പൊ ദൈവരാജ്യത്തിന്റെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ നീതിയുടെ മക്കളായിട്ട് നമ്മൾ മാറണം. ഈ നീതി പ്രവാചകന്മാർ പറഞ്ഞ, നിയമം പറഞ്ഞ നിയമാനുഷ്ഠാനം വഴിയുള്ള നീതിയല്ല. ഈ നീതി വിശ്വാസം വഴി നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് ക്രിസ്തുവിൽ വെളിപ്പെട്ടതാണ്. ക്രിസ്തുവിന്റെ നീതിയാണ് സമ്പൂർണമായ നീതി. ക്രിസ്തുവിലായിത്തീരുന്ന ഓരോരുത്തരും ഈ സമ്പൂർണ്ണ നീതിയുടെ അനുഭവത്തിലേക്ക് വരും. അത് ഏതെങ്കിലും ഒരു തലത്തിലല്ല, ഏതെങ്കിലും ഒരു ഭാവത്തിലല്ല. വിശ്വാസം, അനുസരണം, സഹനങ്ങളെ സ്വീകരിക്കൽ, അങ്ങനെയുള്ള അവരെ നീതീകരിക്കൽ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഭാവത്തിലല്ല, സമ്പൂർണമായി തന്നെ ദൈവത്തിൻ്റെതാണെന്ന് ഏറ്റുപറച്ചിലിന്റെയും ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നതിന്റെയും അവരിന് പകരമായി കുരിശിൽ മരിക്കുന്നതിന്റെയും മറ്റുള്ളവരുടെ ഭാരം ചുമക്കുന്നതിന്റെയും സമ്പൂർണമായ ക്രിസ്തുസ്നേഹത്തിന് അനുഭവമായിട്ട് അത് മാറും. അപ്പോ ഈ ലോകത്ത് ദൈവരാജ്യം പടുത്തുയർത്തുന്നവരായി നമുക്ക് മാറാൻ കഴിയും എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മലയിലെ പ്രസംഗത്തിൽ മത്തായ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 6ഉം 10ഉം തിരുവചനങ്ങളിൽ നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടെ നീതി എന്ന വാക്കിന് പകരമായി ക്രിസ്തു എന്ന് എഴുതി ചേർത്ത് വായിക്കാൻ നമുക്ക് പറ്റണം. നീതിയുടെ സമ്പൂർണ്ണത ക്രിസ്തുവിലാണ് വെളിപ്പെട്ടത്. ദൈവകാരുണ്യമാണ്. ആ ദൈവകരുണയുടെ അനന്തമായ സ്നേഹത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ആ വചനങ്ങൾ നമ്മൾ വായിക്കാൻ. കേവലമായി നീതി എന്നത് മാനുഷിക നീതിയായി പരിഗണിച്ചുകൊണ്ട് വായിച്ചാൽ നമുക്കവിടെ കാലിടണം. അവിടെ പറയുന്നത്, വ്യക്തമായി പറയുന്നത്, ക്രിസ്തുവിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ, ക്രിസ്തുവിലാണ് നീതി സമ്പൂർണ്ണമായി വെളിപ്പെട്ടത്, ക്രിസ്തുവിന് വേണ്ടി പീഡയേൽക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ യേശുവിനെ ജീവിതത്തിൽ
സ്വന്തം ഭക്ഷണമായി, ജീവന്റെ അപ്പമായി തിരിച്ചറിയണമെന്നാണ് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ നമ്മുടെ ജീവന്റെ അപ്പമാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ. അവനെ പ്രതി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യണം. അവന്റെ രക്തമാണ് നമ്മെ നീതീകരിക്കുന്നത്. ആ രക്തത്തിന് വേണ്ടി ദാഹിക്കണം. എങ്ങനെ? അവന്റെ രക്തത്തിലും അവന്റെ ശരീരത്തിലും പങ്കുള്ളവരാണ് നമ്മളെന്ന ബോധ്യത്തെ നമുക്ക് ജീവിക്കാൻ പറ്റണം. അങ്ങനെ നീതിക്ക് വേണ്ടി, ക്രിസ്തുവിൽ വെളിപ്പെട്ട ആ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുമ്പോഴും, ആ നീതിക്ക് വേണ്ടി പീഡകൾ ഏൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഭാഗ്യപ്പെട്ടവരായി മാറുന്നുണ്ട് എന്ന പരമാർത്ഥം നമ്മൾ ഓർക്കണം. മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 20-ാം തിരുവചനത്തിൽ ആ നീതി എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ക്രിസ്തു വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കില്ല. അപ്പൊ ദൈവരാജ്യ അനുഭവത്തിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ നീതിയുടെ ലോകത്തൂടെ നമുക്ക് പോകണം. ആ നീതി കേവല മാനുഷിക നീതിയല്ല, ലോകത്ത് നാം പറയുന്ന നീതിയല്ല. ആ നീതി കാരുണ്യമാണ്, സ്നേഹമാണ്, ക്രിസ്തുവിൽ വെളിപ്പെട്ട സമ്പൂർണമായ നീതിയുടെ അനുഭവമാണ്. ആ നീതി നമ്മുടെ നീതിയായി നമ്മൾ പരിഗണിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിലപാടായിട്ട് അത് മാറണം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു നീതിബോധം ഉണ്ടാകും മനസാക്ഷിയിൽ. ആ നീതിബോധം ക്രിസ്തുവായി മാറുന്നിടത്ത് മാത്രമേ ദൈവരാജ്യ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂ. നമ്മൾ സാധാരണഗതിയിൽ സ്വയം നീതീകരിക്കുന്നവരാണ്. ഞാനൊരു കുഴപ്പവും ചെയ്തിട്ടില്ല എന്ന് പറയാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ഒരു എറുമ്പിനെ പോലും ഞാൻ ദ്രോഹിച്ചിട്ടില്ല, ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, മറ്റുള്ളവർക്ക് ഒരു കഷ്ടത ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. ഇതെല്ലാം സാമാന്യമായ കാര്യമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രയത്നിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറയുന്നതൊക്കെ നീതിയുടെ ഒരു ഭാവം മാത്രം ഉൾക്കൊള്ളുന്നു. അത് കേവലം മാനുഷികമായ നീതിയാണ്. ദൈവനീതിയിലേക്ക് എത്തുമ്പോൾ ഒരുവൻ തന്നെ അവരന് വേണ്ടി കൊടുക്കണം, പകരം വെക്കണം, അവരന് പാപക്ഷമയുണ്ടാകാൻ ജീവിതം സമർപ്പിക്കുന്നവനായി മാറണം. ക്രിസ്തുവിന്റെ നീതി വെളിപ്പെട്ടത് എങ്ങനെയാണ്? അവൻ ശരീരം അപ്പമായി നൽകുന്നുണ്ട്, രക്തം പാനീയമായി നൽകുന്നുണ്ട്, പാപക്ഷമ നൽകുന്നുണ്ട്, അവരനെ ചേർത്ത് പിടിക്കുന്നുണ്ട്, ചതഞ്ഞ ഞാങ്ങ ഒഴിക്കാതെ, പുകയുന്ന തിരികെടുക്കാതെ ബലഹീനതകൾ കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പാപികളുടെയും ദേശീയരുടെയും ലോകത്ത് അലയുന്ന സകല മനുഷ്യരുടെയും ദരിദ്രരുടെയും കൂട്ടുകാരനായിരുന്നു കൊണ്ട് അവരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവനായി ക്രിസ്തു മാറുന്നു. അങ്ങനെ അവരനെ നീതീകരിക്കുന്ന, ഇവർക്കറിവില്ല എന്ന് പറയുന്ന, തന്നെ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും കുരിശിറക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ക്ഷമയുടെ ഏറ്റവും പാരമ്യത്തിലെത്തി നിൽക്കുന്ന ഒരാളായിട്ട് മാറുന്ന ക്രിസ്തു. ആ ക്രിസ്തുവിൽ നമ്മുടെ നീതിബോധം മാറിത്തീരേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും സ്വയം നീതീകരിക്കുന്നത് ഞാൻ ഈ കുഴപ്പമൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാണ്. ഞാൻ എത്ര കൊടുത്തിട്ടുണ്ട്, ഞാൻ എത്ര ക്ഷമിച്ചിട്ടുണ്ട്, ഞാൻ എത്ര സഹിച്ചിട്ടുണ്ട്, അവരന് പകരമായി ഞാൻ നിൽക്കാം, അവരന് അറിവില്ല എന്ന് പറയാൻ, അവരെന്റെ ചെയ്തികൾ തെറ്റുകൾ അറിവില്ലായ്മ മൂലമാണെന്ന് പറയാൻ, പകരം പിതാവേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാവുന്ന ഒരു ആത്മഭാവത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നീതിയുടെ ജീവിതമായിട്ട് നമ്മുടേത് മാറുക. ക്രിസ്തുവിൽ ആ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അത് അബ്രഹാത്തിന്റെ വിശ്വാസം മൂലമുള്ള നീതീകരണം പോരാ, നോഹയുടെ അനുസരണം പോരാ, ജോബിന്റെ സഹനങ്ങളെ സ്വീകരിക്കുന്ന മനോഭാവം പോരാ, ഔസേപ്പിന്റെ അവരനെ നീതീകരിക്കുന്ന ഭാവം പോരാ. സ്നേഹത്തിന്റെ സമ്പൂർണ്ണതയെ ക്രിസ്തുവിൽ വെളിപ്പെട്ട ഈ നീതിയുടെ എല്ലാ ഭാവങ്ങളെയും ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ നീതിയുടെ അനുഭവതലമായിട്ട് നമ്മുടെ ജീവിതം മാറും. ആ നീതിയാകട്ടെ സ്നേഹമല്ലാതെ മറ്റൊന്നല്ല. മത്തായി സുവിശേഷത്തിൽ 5:44 പറയുന്നുണ്ട്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങൾ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ശത്രുക്കളെ സ്നേഹിക്കുകയും അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനന്തമായ സ്നേഹത്തിന്റെയും കരുണയുടെയും ഭാവമായിട്ട് നമ്മുടെ ജീവിതം മാറണം. അതാണ് യഥാർത്ഥമായ നീതി, അഥവാ സ്നേഹമാണ് നീതി. സ്നേഹം അവരനെ നീതീകരിക്കുന്നു, കുറവുകൾ അംഗീകരിക്കുന്നു, ക്ഷമിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു, അവരിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്നു, അവരുടെ കുറ്റങ്ങൾക്ക് ശിക്ഷ ഏൽക്കാൻ തയ്യാറാവുന്നു. ഇങ്ങനെ അവരോന്മുഖമായ ജീവിതത്തിന്റെ സമ്പൂർണ്ണത ക്രിസ്തു സ്നേഹത്തിൽ വെളിപ്പെട്ടു. അവിടെ യേശു പറയാണ്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. നിങ്ങൾക്കെതിരായി മാറുന്നവരോട് എതിര് പ്രഖ്യാപിക്കാതിരിക്കാൻ, അവരെ സ്വീകരിക്കുന്ന മനോഭാവം ഉണ്ടാവുക. അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നാം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നാം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സ്നേഹം എളുപ്പം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് മാറും. ഇത് കേവലമായ മാനുഷികതയിൽ സാധ്യമായ കാര്യമല്ല. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ക്രിസ്തു സ്നേഹത്തിന്റെ സമ്പൂർണ്ണ അനുഭവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജീവജലത്തിന്റെ അരുവിയാണ്. അങ്ങനെ വരുമ്പോഴാണ് അവരനെ കരുതലോടെ, കരുണയോടെ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുക. അങ്ങനെ ഒരു ഭാവം നാം പുലർത്തുമ്പോൾ ഒരു ദൈവരാജ്യ സ്ഥാപനത്തിന്റെ അനുഭവം ലോകത്തുണ്ടാകും. ചുറ്റുപാടുകളിൽ സ്നേഹം വിളമ്പുന്നവരായിട്ട്, സ്നേഹം വിതറുന്നവരായിട്ട് നാം മാറും. ആ സ്നേഹത്തെ പ്രതി നാം സഹിക്കുന്ന പീഡകളൊക്കെയും ഭാഗ്യപ്പെട്ടതായിട്ട് മാറും. അതെല്ലാം രക്ഷാകരമായിട്ട് മാറും.
അപ്പൊ നമ്മുടെ മുറിവുകൾ, മറ്റുള്ളവർ നമ്മെ ഏൽപ്പിക്കുന്ന മുറിവുകൾ എല്ലാം തിരുമുറിവുകളായിട്ട് മാറും. സ്റ്റിഗ്മാറ്റ ഉണ്ടാകാനൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. വിശുദ്ധാത്മാക്കൾക്ക് സ്റ്റിഗ്മാറ്റ ഉണ്ടായതിനെ കുറിച്ച് വളരെയധികം വാചാലരാകുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മെ സ്നേഹത്തെ പ്രതിയേൽപ്പിക്കുന്ന മുറിവുകൾ, നാം അവരെ സ്നേഹിക്കുമ്പോൾ തിരികെ നൽകുന്ന മുറിവിന്റെ സമ്മാനങ്ങളൊക്കെ തിരുമുറിവുകളായി മാറുന്ന അനുഭവം നമ്മളുണ്ട് എന്ന പരമാർത്ഥം നമ്മൾ എത്രത്തോളം തിരിച്ചറിയുന്നുവോ അത്രത്തോളം ദൈവിക നീതിയുടെ വിളനിലമായിട്ട് മാറും, ദൈവിക നീതിയെ പ്രസരിപ്പിക്കുന്നവരായിട്ട് മാറും, ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തുന്നവരായിട്ട് മാറും. അപ്രകാരമായി തീരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സാക്ഷാത്കാര അനുഭവത്തിലേക്ക് എനിക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുക. നമ്മുടെ നീതിബോധം എങ്ങനെയാണ്? തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണമെന്നൊരു നീതിബോധം നമ്മുടെ അകത്തുണ്ട്. നമ്മുടെ തെറ്റുകൾക്ക് ശിക്ഷിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുമ്പോൾ, എന്നെ ശിക്ഷയിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന അതേ സമയം തന്നെ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷിക്കപ്പെടണം, അവർക്ക് അടി കിട്ടണം, രണ്ട് കിട്ടിയാലേ അവർ പഠിക്കൂ എന്നൊരു മനോഭാവം നമുക്കുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തെറ്റിൽപ്പെട്ട ആളെ കാണുമ്പോൾ നമ്മൾ അയാൾ ശിക്ഷിക്കപ്പെടണം, അയാൾക്ക് നല്ല പണി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ അയാളുടെ ജീവിതത്തിലുള്ള പ്രശ്നം എന്താണെന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല. നമ്മളെല്ലാ ക്രിമിനലിനെ ന്യായീകരിക്കുമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പാപികളായിരിക്കും ലോകത്ത് അതിക്രമം കാണിച്ച സകല മനുഷ്യരോടും ക്രിസ്തു പുലർത്തുന്ന ഒരു സ്നേഹഭാവം ഉണ്ടല്ലോ. ക്രിസ്തു പുലർത്തുന്ന ആ സ്നേഹഭാവം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമ്മളോട് ആ കരുണയാൽ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും അതേസമയം തന്നെ മറ്റുള്ളവരെ നീതീകരിക്കാതിരിക്കാൻ കാരണങ്ങൾ തേടുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ദൈവത്തിന്റെ നീതി എന്താണെന്ന് വിശുദ്ധ മത്തായി സുവിശേഷം 5:45 പറയുന്നുണ്ട്. ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യൻ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്നേഹം. ദൈവം ഒരു വിവേചനം അക്കാര്യത്തിൽ കാട്ടുന്നില്ല. എല്ലാ മനുഷ്യർക്കും ദൈവം സ്നേഹം പ്രദാനം ചെയ്യുന്നു, ജീവിതാവസരങ്ങൾ പ്രദാനം ചെയ്യുന്നു. എല്ലാവർക്കും വേണ്ടി ദൈവം തന്റെ പുത്രനെ ബലിയർപ്പിച്ചു. അനന്ത കരുണ വെളിപ്പെട്ടത് ക്രിസ്തുവിന്റെ സമർപ്പണത്തിലാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ചു എന്നത് കേവലമായി ആലങ്കാരികമായി പറയാവുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന്റെ സ്ഥാനം ഉപേക്ഷിച്ചു വരുന്നു, സമാനത കൈവിട്ടു വരുന്നു ക്രിസ്തുവിൽ. പിതാവായ ദൈവം തന്റെ പുത്രനെ അനന്ത കരുണയോടെ സകല മനുഷ്യർക്കും വേണ്ടി ബലിയർപ്പിക്കാൻ തിരുമനസ്സാകുന്നു. അപ്രകാരം ദൈവപിതാവിന്റെ ഇപ്രകാരമുള്ള സമർപ്പണവും ക്രിസ്തുവിന്റെ സ്വയം സമർപ്പണവും ലോകത്ത് വെളിപ്പെടുത്തുന്നത് എല്ലാവർക്കുമായുള്ള നീതിയെക്കുറിച്ചാണ്. ആ നീതിയിൽ നമ്മൾ വിശ്വസിക്കണം. അനന്ത കരുണയായ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ കരുണയോടെ ചേർത്ത് പിടിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹഭാവത്തെ തിരിച്ചറിയുമ്പോൾ അവരനോടും ഇതേവിധം കരുണ കാണിക്കാൻ, അവരുടെ കുറവുകളെ അംഗീകരിക്കാൻ, പോരായ്മകളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കൊരു നീതിബോധമുണ്ടെങ്കിൽ അത് ഇപ്രകാരമുള്ള വേർതിരിവുകൾക്ക് അതീതമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കണം. നിയമാനുഷ്ഠാനം പോലുള്ള നിയമം അനുസരിക്കുമ്പോൾ സാധ്യമാകുന്ന ഒരു കാര്യമാണ്. നിയമം കൃത്യമായിട്ട് പാലിക്കുന്നു. ഇന്ത്യയിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയ്ക്കകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടവരാകും. പഴയ നിയമകാലത്ത് 10 കൽപ്പനകൾ പാലിക്കുന്നവരെ, 613 കൽപ്പനകളും വിലക്കുകളും പാലിക്കുന്നവരൊക്കെ നീതിമാന്മാരായി പരിഗണിക്കപ്പെടുന്നു. നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ നിങ്ങൾക്ക് നീതീകരിക്കാൻ കഴിയും. പക്ഷെ നമുക്കറിയാലോ, നമുക്ക് അപ്രകാരം സ്വയം നീതീകരണത്തിന് യാതൊരു യോഗ്യതയില്ല. അവിടെയാണ് വിശുദ്ധ മത്തായി സുവിശേഷം 10:41 പറയുന്നത്, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ ഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കും. ആ വചനം ശ്രദ്ധിക്കണം. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന്, ക്രിസ്തുവിനെ പ്രകാരം പ്രവാചകനായി കാണുന്ന ആളുകളുണ്ട്, ക്രിസ്തുവിനെ ഒരു നല്ല ഗുരുവായി കാണുന്നവരുണ്ട്, നല്ല വാക്ക് പറയുന്നവരെന്ന് കരുതുന്നവരുണ്ട്, നല്ല പ്രവൃത്തികൾ ചെയ്തവനെന്ന് ശ്ലാഘിക്കുന്നവനുണ്ട്, ത്യാഗത്തിന്റെ പരമോന്നതിയായി തിരിച്ചറിയുന്നവരുണ്ട്, മാനുഷിക ഭാവത്തിൽ ക്രിസ്തുവിനെ കാണുന്നവർ. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സാമാന്യ നീതി അനുഭവപ്പെടും. എന്നാൽ നീതിമാനെ അഥവാ ക്രിസ്തുവിനെ നീതിമാനായി തിരിച്ചറിയുന്നവർക്ക്, ക്രിസ്തുവിൽ വെളിപ്പെട്ട നീതിയെ തിരിച്ചറിയുന്നവർക്ക് നീതിമാന്റെ പ്രതിഫലം. അവിടെ നാം നമ്മെ നീതീകരിക്കുകയല്ല, നീതിക്ക് അടിമകളായി സമർപ്പിക്കുകയാണ്. അങ്ങനെ നീതിക്ക് അടിമകളായി സമർപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനും. അങ്ങനെ സ്വയം വിശുദ്ധീകരണത്തിനും നിത്യജീവനും ആവശ്യമായ ഒരു ജീവിത നിലപാട് നമുക്കുണ്ടാകുന്നതിന്റെ പേരാണ് നീതി എന്ന് നാം തിരിച്ചറിയണം. അത് കരുണയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ക്രിസ്തുവിൽ വെളിപ്പെട്ട നീതിയെ തിരിച്ചറിയുകയും ബലഹീനരെ ചേർത്ത് പിടിക്കുകയും നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ക്ഷമിക്കുകയും ദൈവത്തിന്റെ വഴിയെ പിൻചൊല്ലുകയും, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ തന്നെ ഉപേക്ഷിച്ച്
അനുദിനം തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് പറയുന്ന ക്രിസ്തുവിനെ പിൻചൊല്ലൽ, അനുഗമനം ജീവിതത്തിൽ ഉണ്ടാവുകയും ക്രിസ്തു സ്നേഹത്തിന്റെ സമ്പൂർണത ആനുകാലിക ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത് ജീവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് മാറുമെന്നാണ് വചനം പറയുന്നത്. ഇതാണ് ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നതും ദൈവനീതിക്കനുസൃതമായി ജീവിക്കുന്നതും അപ്രകാരം രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായി ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളെയും ക്രിസ്തു സ്നേഹത്താൽ ഇങ്ങനെ പരിശോധിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ആധിപത്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എന്താണ് കൂട്ടിച്ചേർക്കപ്പെടേണ്ടത്? ദൈവത്തിന്റെ രാജ്യത്താകുമ്പോൾ, ദൈവത്തിന്റെ ആധിപത്യത്തിന് കീഴിലാവുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ സംഭവിക്കും. ഒന്ന്, ആവശ്യങ്ങളെക്കുറിച്ചുള്ള പരിതാപം അകലും. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം തക്ക സമയത്ത് ഇടപെടുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളെ സമ്മർദ്ദപ്പെടുത്തുമ്പോൾ നമ്മുടെ ബലഹീനതയിൽ ദൈവമേ സഹായിക്കണമേ നമ്മൾ പറയും. പക്ഷേ അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ പിതാവായ ദൈവം അറിയുന്നു. മത്തായി സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിലോടൊന്ന് പറയാണ്, നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നു. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് ദൈവം എന്നൊരു പരമമായ ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം. ദൈവ പൈതലിന്റെ ഭാവം ഉണ്ടാകണം. അതുകൊണ്ടാണ് ശിശുക്കളെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാൻ പറയുന്നത്. ദൈവം എല്ലാം അറിയുന്നു, എന്റെ ജീവിതത്തെ അറിയുന്നു, എന്റെ ജീവിതത്തെ പരിശോധിക്കുന്നു, എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നു, ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാണ്, അവിടെ തക്ക സമയത്ത് എന്റെ ജീവിതത്തിൽ ഇടപെടും എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ലൂക്കാസ് സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 25-26 തിരുവചനങ്ങൾ ഓർക്കണം. ആകുലരാകുന്നതും കൊണ്ട് ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? കേവലം ഇതുപോലും സാധ്യമല്ലെങ്കിൽ അല്പവിശ്വാസികളെ, നാളെയെക്കുറിച്ച് നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും വേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അറിയുന്ന, വയലിലെ ലില്ലികളെ അലങ്കൃതരാക്കുന്ന, ആകാശത്തിലെ പക്ഷികൾക്ക് വിതയ്ക്കാതെയും കൊയ്യാതെയും ഭക്ഷണം കരുതി വെക്കുന്ന ആ ഒരു ദൈവത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പ്രയത്നങ്ങളൊക്കെ നാം തുടരുമ്പോൾ അതിന്റെ എല്ലാം അടിസ്ഥാനമായി നാം കരുതേണ്ടത്, നാം ഈ പ്രവർത്തിക്കുന്നത് ദൈവേഷ്ടം നിവൃത്തിയാക്കാനാണ്, നമുക്ക് നല്ല കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ്. തക്ക സമയത്ത് നമുക്ക് വേണ്ടത് ദൈവം ചെയ്തു തരും. ഒരു നിമിഷം പോലും വിശ്രമിക്കരുത്. അവരതിനു വേണ്ടി അധ്വാനിക്കണം, ലോകത്തിന് വേണ്ടി അധ്വാനിക്കണം, മറ്റുള്ളവർക്കായി ജീവിതം സമർപ്പിക്കണം. നമ്മുടെ ജീവിത സമർപ്പണം യാഥാർത്ഥ്യമാണെങ്കിൽ അവരിന് വേണ്ടി അധ്വാനിക്കുക എന്നതാണ് പരമമായ കടമയെന്ന ബോധ്യമുണ്ടാവുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവം ഉണ്ടാവും. ദൈവിക ആധിപത്യത്തിന് വിധേയപ്പെട്ട് ദൈവനീതി മറ്റുള്ളവർക്ക് അനുഭവപ്പെടുത്താൻ വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിക്കുമ്പോൾ, ക്രിസ്തുവിൽ നാം അങ്ങനെ അർപ്പിക്കുമ്പോൾ, നാം ചെയ്യുന്ന പ്രയത്നങ്ങളിലൊക്കെ ഇടപെടുന്ന ദൈവം നമുക്ക് തക്ക സമയത്ത് വേണ്ടത് നൽകും. ഭക്ഷണത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവൻ, വസ്ത്രത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശരീരം. നമ്മൾ ഇവയെക്കുറിച്ച് ആകുലപ്പെടേണ്ട. 5 കുരുവുകൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിലൊന്നുപോലും വിസ്മരിക്കപ്പെടുന്നില്ല. നമ്മുടെ ജീവിതം അനർത്ഥമില്ലാത്തതല്ല, നമ്മുടെ ജീവിതത്തിന് ഉദ്ദേശ ലക്ഷ്യങ്ങളില്ലാത്തതല്ല. ദൈവികമായ ഹിതം തിരിച്ചറിയാൻ കഴിയുമ്പോൾ, ദൈവം പറഞ്ഞ വാക്കിനെ പിൻചൊല്ലാൻ കഴിയുമ്പോൾ, അവിടെ നയിച്ചവനിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവരാജ്യ അന്വേഷണത്തിന്റെ പാതയിലായി തീരുമ്പോൾ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടെന്നല്ല, പ്രാർത്ഥനയിൽ ആകുലപ്പെടേണ്ടതില്ല. ഞാൻ ഈ അവസ്ഥയിലാണ് പിതാവേ, എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എല്ലാം നീ അറിയുന്നുവല്ലോ, നിന്റെ കരങ്ങളിലാണല്ലോ ഞാൻ, തക്ക സമയത്ത് നീ എന്നെ പരിപാലിക്കും എന്ന് എനിക്കറിയാം എന്ന വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലായി പ്രാർത്ഥന മാറണം. കാര്യം നടക്കാനുള്ള ദുശാഠ്യമാണ് പ്രാർത്ഥന എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. ഒന്നും ചോദിക്കേണ്ടെന്നല്ല, എല്ലാം ചോദിക്കാൻ അവകാശമുള്ളൊരിടമാണ് ദൈവത്തിന്റെ സന്നിധി. പിതാവായ ദൈവമാണ് നമ്മെ ഭൂമിയിലേക്ക് വിട്ടത്. ഇവിടെ നാം അടിപതറുമ്പോൾ നമുക്ക് വേറെ കരുണയ്ക്കായി മറ്റൊരിടത്ത് കൈനീട്ടാനില്ല. ക്രിസ്തുവിൽ അനന്തമായ സ്നേഹം വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സമ്പൂർണത, ദൈവത്തിന്റെ കയ്യിലുള്ളതൊക്കെയും നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നു. അപ്രകാരം നമുക്ക് വേണ്ടി സർവം നൽകിയ ഒരു ദൈവത്തെ ചോദ്യം ചെയ്യുന്നതാകരുത് പ്രാർത്ഥന. ദൈവമേ, നിന്റെ കരങ്ങളിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്, പിതാവേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. ഈ മണിക്കൂറിൽ വിശുദ്ധ പത്രോസ് തന്റെ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 3-ാം തിരുവചനത്തിൽ പഠിപ്പിക്കും, തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവിടുത്തെ ദൈവിക ജീവൻ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ഈ ഒരു ബോധ്യവും ഉറപ്പും നമുക്കുണ്ടാകണം. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അതാണ്.
ജീവിതം പ്രതികൂലമാണ്, സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഉറയ്ക്കാൻ പറ്റണം. അവിടുന്ന് ഈ ദൈവിക ജീവൻ ക്രിസ്തുവിൽ പ്രദാനം ചെയ്തിരിക്കുന്നു. അവനാണ് നമ്മിൽ ജീവിക്കുന്നത്. അവൻ ഈ ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല. അതുകൊണ്ട് കൂട്ടിച്ചേർക്കപ്പെടുന്നവയായി ഈ ലോകത്തുള്ളവയിലേക്കല്ല ശ്രദ്ധ പോകേണ്ടത്. ശ്രദ്ധ പോകേണ്ടത് ദൈവരാജ്യ അന്വേഷണത്തിലേക്കാണ്. അവൻ എന്നെ ഭരിക്കുന്ന അനുഭവം ഉണ്ടാകണം. അവന്റെ സ്നേഹരാജ്യത്തിന്റെ അംഗമാണെന്ന് ബോധ്യത്തിൽ ജീവിക്കാൻ പറ്റണം. ക്രിസ്തുവിലുള്ള ഭാഗഭാഗിത്വം ജീവിതാനുഭവമായി മാറാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ആ ശ്രമങ്ങൾ നീതിപൂർവകമായ ലോകത്തേക്ക് നമ്മെ നയിക്കും. ആ നീതിയാകട്ടെ അവരോന്മുഖമായ, അല്ലെങ്കിൽ അവരെ നീതീകരിക്കുന്ന ഒന്നായി, മറ്റുള്ളവർക്ക് വേണ്ടി കരുണ ചൊരിയുന്ന ഒന്നായിട്ട് മാറും. അപ്രകാരമായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അപരിഹാര്യമായി നമ്മൾ കാണുന്ന കാര്യങ്ങൾക്ക് യഥാർത്ഥമായ പരിഹാരം അവിടെ നമുക്ക് കാട്ടിത്തരും. അങ്ങനെ ക്രിസ്തുവിൽ ലോകത്ത് നാം നേരിടുന്ന പ്രതികൂലങ്ങൾ അതിജീവിക്കാനും ദൈവസ്നേഹത്തിന്റെ പ്രഘോഷകരായി ജീവിക്കാനും അവിടുന്ന് പരിശുദ്ധാത്മാവിൽ നമ്മെ നിരന്തരം അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.